വാടാ മക്കളെ. കോഴിക്കോട് ബീച്ചിൽ കഞ്ചാവ് ഉണക്കാനിട്ട് കൂടെ കിടന്നുറങ്ങിയ യുവാവ്. അവിടെ പായ്ക്കകത്ത് കിടന്നുറങ്ങുന്നുണ്ട് പാവം. ചന്ദ്രേട്ടൻ പൊറോട്ടയും ഇറച്ചിയൊക്കെ തിന്ന ക്ഷീണത്തിൽ അങ്ങനെ ഇരുന്നപ്പോ മയങ്ങിപ്പോയതാണ്. കഞ്ചാവ് ഉണക്കാനിട്ട് അതിന്റെ സൈഡിൽ കിടന്നുറങ്ങാണ് ചേട്ടൻ. എന്ത് കൂട്ടറാണ്? നമ്മൾ സാധാരണയായി അരി, ഗോതമ്പ്, കൊപ്രയൊക്കെ ഉണക്കാനിട്ട് അതിനിങ്ങനെ കാവൽ നിൽക്കാറുണ്ട്. എന്റെ സമ്പ്രദായം അതല്ല. ഒരു പബ്ലിക് ന്യൂസൻസ് ആകാം. പോലീസ് വരുമോന്ന് അറിയണമല്ലോ. തീർച്ചയായും ആ ഉറക്കത്തിന് വലിയ വില നൽകേണ്ടി വരും. ഞാൻ എവിടെ കിടന്നാലും ഉറങ്ങും. കഞ്ചാവ് ഉണക്കാനിട്ട് അരികിൽ കിടന്നായിരുന്നു. കാട്ടില് കണ്ടാ പിന്നെ അവിടെ ശവമാണ്. മുതച്ച് കിടന്ന് നല്ല ഉറക്കമാണ്. ചെന്നവന്റെ നടുവിന് നോക്കി ഒരു ചവിട്ട് കൊടുക്കട്ടാ. പക്ഷെ അതിൽ അങ്ങ് ഉറങ്ങിപ്പോയി. വെറുതെ റേഷൻ തീർക്കാൻ നടക്കുന്ന ഒരു മെഷീൻ. ഈ രാവിലെ നടക്കാൻ ഇറങ്ങിയ ആളുകളുടെ ശ്രദ്ധയിലാണ് ഇതങ്ങനെ വിട്ടാ പറ്റില്ല കുട്ടനാരെ. വാ നമുക്ക് ചോദിക്കാം. ഇങ്ങനെ ഒരാൾ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. തൊട്ടടുത്താണ് ഒരു പേപ്പറിൽ എന്തോ ഉണങ്ങിയ ഇലകളൊക്കെ കിടക്കുന്നത് കണ്ടത്. അത് എന്ത് ഇലയാണ് എന്ന് ഇവരൊക്കെ പരിശോധിച്ചത്. ആ പരിശോധിച്ചപ്പോഴാണ് അത് കഞ്ചാവാണ് എന്ന് മനസ്സിലായി. പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. ഉണക്കാനായി വിരിച്ചിട്ട ശേഷം യുവാവ് അടുത്ത് കിടന്ന് ഉറങ്ങുന്ന കാര്യം മനസ്സിലായത്. ഇന്ന് രാവിലെ എണീറ്റ് പോയാ പോലെ. അപ്പൊ വല്ലാത്തൊരു കാഴ്ചയായി പോയി ബീച്ചിലല്ലേ. അലമ്പായി പോയി സാറേ, ഭയങ്കര അലമ്പായി പോയി. കൊപ്ര ഉണക്കാനിടുന്നത് പോലെ അല്ലെങ്കിൽ നെല്ല് ഉണക്കാനിടുന്നത് പോലെയുള്ള കാഴ്ച ആദ്യമായിട്ടാണ് കാണുന്നത്. പകുതിയിലേറെ പ്രാവുകളും മറ്റു കിളികളൊക്കെ വന്ന് തിന്ന് തീർന്നിട്ടുണ്ട്. സഹജീവി സ്നേഹം നിറഞ്ഞ ഒരു ബാല്യമായിരുന്നു നമ്മുടെ അരിക്കച്ചവടക്കാരന്റെ. ഇവിടെയുള്ള കാക്കി പ്രാവൊക്കെ കിറങ്ങി നടക്കുന്നതാണ് നിങ്ങൾ പറയുന്നത്. അതിപ്പോ ലാഭായല്ലോ. കുറെ പ്രാവുകൾ അകത്തിന് ഇരിക്കാൻ അവിടുന്ന് പോകുന്നില്ല. അല്ലെങ്കിലും എനിക്കെന്ത് സംഭവിച്ചാലും ആർക്കവിടെ പ്രശ്നം കണ്ടാൽ തന്നെ അറിയാം, പ്രാവ് തലയിൽ നാത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ തന്നെ പോലീസിൽ വിവരം അറിയിക്കായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി. പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനമില്ലാതെ? യുവാവ് കണ്ണു തിരുമ്മി എണീക്കുമ്പോൾ തൊട്ടുമുമ്പിൽ കാണുന്നത് പോലീസാണ്. അങ്ങനെയാണ് യുവാവിന് മനസ്സിലായത്. പകല രാത്രിയാ. താനിപ്പോ എന്താടോ പറഞ്ഞേ? പാളിപ്പോയാ. എടോ താനിപ്പോ എന്താ പറഞ്ഞെന്ന്? എണ്ണ തേച്ച് കുളിക്ക്. പോലീസിന്റെ പിടിയിലായിരുന്നു. ഏതായാലും എനിക്കൊന്നും ഓർമ്മയില്ലടാ. ആദ്യം ഭൂമിയിൽ കൊണ്ടെന്നാ വിചാരിച്ചത്. പിന്നെ പോലീസുകാര് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. പോലീസ് അടക്കം ഒരു കൗതുക കാഴ്ചയായി. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? 370 ഗ്രാം കഞ്ചാവാണ് ഇയാളിൽ നിന്നും പോലീസ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. മുമ്പും ഇയാൾ കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പോലീസ് ഏതായാലും പറയുന്നത്. നീ സെൻട്രൽ ജയിലിലേക്ക് ഒരു വാഗ്ദാനമാണ്. യുവാവിനെയും കഞ്ചാവുമെല്ലാമായി പോലീസ് വെള്ളை സ്റ്റേഷനിലേക്ക് പോവുകയും ചെയ്തു. നിനക്കായി നാം തുറന്നു തരാം.